പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ സുരേഷ് അരീക്കോട്, മുകുളം മലയാളം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ അടിസ്ഥാന പാഠാവലി ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വിശദമായ ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണം. 4 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയിരിക്കണം. ഒന്നാമത്തെ ചോദ്യം: കാത്തിരുന്നു കാത്തിരുന്നു കാൽ തരിച്ചു പോയി, കാൽ തരിച്ചു പോയി. കാൽ സന്ദർഭത്തിൽ കാൽ തരിച്ചു പോയി എന്ന പ്രയോഗം നൽകുന്ന അർത്ഥ സൂചന എന്ത്? നായകന്റെ കാത്തിരിപ്പിന്റെ ദൈർഘ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: ചിത്രകാരി എന്ന കഥയിലെ ഹാഫിസ് എന്ന കഥാപാത്രത്തിന് യോജിച്ച പ്രസ്താവന ഏത്? എ, കലാകാരികളോട് ആദരവുണ്ട്. ബി, കലയെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ട്. സി, ഭാര്യയുടെ കലാഭിരുചികളെ പിന്തുണയ്ക്കുന്നു. ഡി, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള യാഥാസ്ഥിക കാഴ്ചപ്പാട്. യോജിച്ച പ്രസ്താവന ഏറ്റവും ശരിയായത് ഏതാണ്? ഹാഫിസിന് ചേരുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള യാഥാസ്ഥിക കാഴ്ചപ്പാട് എന്നുള്ള ഉത്തരമാണ് ശരി ഉത്തരമായി ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് പിരിച്ചെഴുതിയതിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഖദിർ അധികം കുല, അതുപോലെ മല ഓരം, ഇങ്ങനെ 2 ശരിയുണ്ട്. തന്നിരിക്കുന്നതിൽ സി ആണ് ശരി ഉത്തരം. 1ഉം 3ഉം ശരി എന്ന ഉത്തരമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നാലാമത്തെ ചോദ്യം: പെരുവഴി ഇരുളാണെങ്കിലും ഒന്നിച്ചു പറക്കുവിൻ, മിന്നി മിനിങ്ങും ഹൃദയത്തിൻ വെളിച്ചം ഒന്നായി ഒഴുക്കുവിൻ. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന പാഠഭാഗത്തിലുള്ള വാക്യമാണ് തന്നിരിക്കുന്നത്. ഈ നാടക സന്ദർഭത്തിലെ ആശയത്തിന് യോജിച്ച പഴഞ്ചൊല്ല് ഏത് എന്നാണ് കണ്ടെത്തുക. ഐകമത്യം മഹാബലം എന്ന ഉത്തരമാണ് ശരി ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കുക. 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതേണ്ടവയാണ്. 3 സ്കോറാണുള്ളത്. 3 ഗുണം 3 9 സ്കോറാണ് ടോട്ടൽ സ്കോർ. അഞ്ചാമത്തെ ചോദ്യം: അടുപ്പത്തെ പണി ഒരു കടലാഫിസേ, അതങ്ങോട്ട് തീർന്നു എന്ന് പറയാൻ പറ്റിയ എങ്ങനെയാ? അന്റെ പെയിന്റ് അടി പോലെ അല്ല അത് എന്നല്ല, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. ചിത്രകാരിയിലുള്ള ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ഈ വാക്കുകൾ ഉമ്മയുടെ മനോഭാവത്തെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തെല്ലാം വ്യക്തമാക്കും? നമ്മൾ ശരിയായ സൂചനകൾ നൽകുമ്പം കുടുംബത്തിന്റെ പാരമ്പര്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കേണ്ടവളാണ് പെണ്ണ് എന്ന മനോഭാവം. പിന്നെ ഭർത്തു വീട്ടുകാർക്ക് വെക്കാനും വിളമ്പാനുള്ള ഉപകരണമായി സ്ത്രീകളെ കാണുന്നു. സ്ത്രീക്ക് അല്ലെങ്കിൽ പെണ്ണിനെ ആത്മാവിഷ്കാരമോ കലാവിഷ്കാരമോ അനുവദനീയമല്ല എന്നൊരു ധ്വനി കൂടി ഉമ്മയുടെ ഈ സംസാരത്തിൽ കടന്നു വരുന്നു. ആറാമത്തെ ചോദ്യം: അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു, വമ്പനായി വന്നു, വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്ന്, അമ്പരന്നു നിന്ന്. ഗൾഫിലെ നിലാവ് എന്ന ഗാനത്തിലൊരു ഭാഗമാണ് തന്നിരിക്കുന്നത്. വരികളിലെ കാവ്യഭംഗി വിശദമാക്കുക എന്നാണ് ചോദ്യം. ഇവിടെ അക്ഷരങ്ങളുടെ ആവർത്തനം വരികൾക്ക് താളഭംഗി നൽകുന്നുണ്ട്. അമ്പിളിമാമൻ, വമ്പനായി, അമ്പരന്നു തുടങ്ങിയ പദങ്ങൾ. അതുപോലെ പ്രകൃതിയിൽ മനുഷ്യഭാവം കൽപ്പിക്കുന്ന വരികളാണ്. നായികയുടെ സൗന്ദര്യം കണ്ട് അമ്പിളിമാമൻ അമ്പരന്നു എന്ന് പറയുന്നത്. അതുപോലെ 1, 4 വരികളുടെയും 2, 3 വരികളുടെയും ആദ്യ അക്ഷരപ്രാസം കവിതയുടെ ഒരു പ്രത്യേകതയാണ്, വരികളുടെ കാവ്യപരമായ പ്രത്യേകതയാണ്. ഏഴാമത്തെ ചോദ്യം എ ഓർ ബി ക്വസ്റ്റ്യൻ ആണ്. എ ചോദ്യം: ഒരു കിളി, ഇനി ഒരു നാൾ അന്തിയിൽ നാം ചേക്കേറാനെത്തുമ്പോൾ ഇതും വേരറ്റു വീണിരിക്കും. കിളികൾ, പിന്നെ നമ്മൾ എവിടെ കൂടുകൂട്ടും? ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകഭാഗത്തിലെ സന്ദർഭമാണ്. കിളികളുടെ ഈ ആശങ്കയുടെ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? നിരീക്ഷണങ്ങൾ കുറിക്കുക. ഇങ്ങനെ ആശങ്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും എന്നാണ് എഴുതേണ്ടത്. എ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കാൻ പറ്റും? മനുഷ്യർ തീർക്കുന്ന ദുരന്തങ്ങൾ, വനനശീകരണം മൂലം ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ തകിടം മറിയുന്നതിൻ്റെ ഒരു സൂചന. ഇര തേടി വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ അവശേഷിക്കുന്ന മരവും ഇല്ലാതാവും എന്ന ആശങ്ക അല്ലെങ്കിൽ ഭയം. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കൂടി വരുന്ന ചൂട് താങ്ങാനാവാതെ നിസ്സഹായരാവുന്ന ജീവിവർഗങ്ങളുടെ ആശങ്ക. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് ഇതിന് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി ബി ചോദ്യം നോക്കുക. ഒരു ചായ വേണയ്ക്ക്, ഒരു ചായ. അയാൾ നിയന്ത്രണമറ്റൊരൊച്ചയിൽ വീണ്ടും പറഞ്ഞു. പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒരൊറ്റ തട്ടിന് തെറിപ്പിച്ചു കളഞ്ഞു. ചിത്രകാരി എന്ന
കഥയിലെ ഭാഗമാണ്. അടിവരയിട്ട പ്രയോഗങ്ങളിൽ തെളിയുന്ന ഹാഫിസ് എന്ന കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ കണ്ടെത്തി എഴുതുക. ഭർത്താവായ ഹാഫിസിന്റെ മാനസികാവസ്ഥ കണ്ടെത്തുന്ന ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏഴാമത്തെ ബിഗ് ക്വസ്റ്റ്യൻ ആണ്. ആൺ അധികാര കേന്ദ്രീകൃതമായ യാഥാസ്ഥിക കുടുംബ വ്യവസ്ഥിതിയിൽ സ്ത്രീയുടെ ദയനീയമായ അവസ്ഥ ഈ വരികളിൽ പ്രകടമാണ്. ഭർത്തൃ വീട്ടുകാർക്ക് വെക്കാനും വിളമ്പാനുള്ള ഉപകരണമായി ഭാര്യയെ കാണുന്നത്, സർഗാത്മക ആവിഷ്കാരത്തെ നിസാരവൽക്കരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഭർത്താവിന്റെ മനോഭാവം, ഫിസയുടെ ആവിഷ്കാരങ്ങൾ ഹാഫിസിന് എന്തെന്നില്ലാത്ത അലോസരം സൃഷ്ടിക്കുന്നതിന്റെ സൂചനയും ഈ വരികളിൽ പ്രകടമാണ്. 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളാണ്. 5 സ്കോറാണുള്ളത്. 8ാമത്തെ ചോദ്യം, മൂടൽ മഞ്ഞു പടർന്ന പ്രകൃതി ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നുവരുന്ന തെളിവേലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ്, മൂടൽ മഞ്ഞ്. അവൾ പറഞ്ഞു, അതാണ് ഫിസ. ചിത്രകാരി എന്ന കഥയിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ചിത്രകാരിയായ ഫിസയുടെ ജീവിതാവസ്ഥകൾ അടയാളപ്പെടുത്താൻ ഈ സന്ദർഭം എത്രമാത്രം പര്യാപ്തമാണ്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. 8ാമത്തെ ചോദ്യത്തിന് 5 സ്കോറിന്റെ ചോദ്യമാണ്. അപ്പം ഫിസയുടെ ജീവിതാനുഭവങ്ങളെ രേഖപ്പെടുത്താൻ കഴിയുന്നതാണ് ഈ വരികൾ. അതുപോലെ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം, മൂടൽമഞ്ഞ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം സുഗന്ധം, പരിശുദ്ധം എന്നൊക്കെയാണെങ്കിലും മൂടൽമഞ്ഞ് എന്നാണ് അവൾ പറയുന്നത്. മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രകൃതിയുടെ മങ്ങിയ പച്ചയും മഞ്ഞയും ചുവപ്പും നിറഞ്ഞ ചിത്രം ഭർത്താവിന് വെച്ച് നീട്ടുന്ന ഫിസ. മൂടൽമഞ്ഞ് ഒരേ സമയം നിഗൂഢമാണ്, സുന്ദരമാണ്. മൂടൽമഞ്ഞിലെ കാഴ്ചകൾ കാണാൻ അല്ലെങ്കിൽ അറിയാൻ അതിൻ്റെ ലോകത്തേക്ക് കടന്ന് ചെല്ലണം. ഫിസ എന്ന കലാകാരിയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ, അല്ലെങ്കിൽ അറിയാൻ കഴിയാതെ പോയ, അറിയാൻ ശ്രമിക്കാതെ പോയ ഭർത്താവായിരുന്നു ഹാഫിസ് എന്ന് കൂടി എഴുതിയാൽ ഈ ഒരു ആശയം വ്യക്തമാകുന്ന രീതിയിലുള്ള ഉത്തരമാകും. ഇനി 9ാമത്തെ ചോദ്യം, ഇറുപ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരു ചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ടുപാടും, പരോപകാര പ്രവണം പ്രപഞ്ചം. ഉള്ളൂരിന്റെ വരികളാണ്. പക്ഷിശാസ്ത്രകാരൻ, നമുക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകഭാഗത്തിലെ ഒരു സന്ദർഭമാണ്. ഈ 2 സന്ദർഭങ്ങൾ കൂടി താരതമ്യം ചെയ്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉള്ളൂരിന്റെ വരികളിലാണെങ്കിലും പക്ഷിശാസ്ത്രന്റെ സംഭാഷണ ശകലത്തിലാണെങ്കിലും ഒരേ ആശയമാണ് കൈകാര്യം ചെയ്യുന്നത്. തന്നെ പറിച്ചു മാറ്റുന്നവന് സുഗന്ധം നൽകുന്ന പൂവ്, വെട്ടിമാറ്റുന്നവന് ചൂടകറ്റുന്ന മരം, കൊല്ലുന്നവന് വേണ്ടിയും പാട്ടുപാടുന്ന കിളി, ഇത് പ്രപഞ്ചത്തിന്റെ സ്നേഹമന്ത്രമാണ് എന്നാണ് ഉള്ളൂർ പറയുന്നത്. അതുപോലെ കുളിർമ നൽകിയവനും വെട്ടിമാറ്റിയാലും കുളിരേകുക എന്ന പക്ഷിശാസ്ത്രകാരന്റെ മനോഭാവം. പ്രതികാരമോ പകയോ അല്ല വേണ്ടത്, മറിച്ച് സ്നേഹമാണ് വേണ്ടത് എന്നൊരു കാഴ്ചപ്പാട്. പാരിസ്ഥിതികതയുടെ വേരു തോണ്ടുന്ന രാക്ഷസ സമൂഹത്തിനു കൂടി കുളിർമ നൽകണമെന്ന മഹത്തായ പ്രപഞ്ച ദർശനമാണ് പക്ഷിശാസ്ത്രകാരൻ വെച്ചുപുലം. ഇനി 10ാമത്തെ ചോദ്യം, ഒരു ഗദ്യഭാഗം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം എഴുതാനാണ്. 3 ചോദ്യങ്ങളുണ്ട്. 1 സ്കോർ, 2 സ്കോറിന്റെ 2 ചോദ്യം, അങ്ങനെ 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു പാരഗ്രാഫാണ്. പാരഗ്രാഫ് വായിച്ചിട്ട് 3 ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഉത്തരം കൃത്യമായിട്ട് നമ്മൾ ഈ PDF കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ PDF നോക്കിയിട്ട് ശരിയായ ഉത്തരങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഖണ്ഡികകൾ വായിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി ഉത്തരം എഴുതി പരിശീലിക്കുന്നത് നല്ലതാണ്. 11ാമത്തെ ചോദ്യം, താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പൂനിലാവ് വന്ന് പൂ വിതറുന്നുണ്ട്, പൂക്കളിൽ പൂ റാണിയായി പൂത്തു നിൽക്കുന്നോളെ. നായികയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നതിന് ഈ വരികളിലെ പ്രയോഗങ്ങൾ എത്രമാത്രം ഉചിതമാണ് വിലയിരുത്തുക. അപ്പോൾ ഒരു വിലയിരുത്തൽ കുറിപ്പാണ് നമുക്ക് ഉത്തരമായി ലഭിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ പ്രധാന ഉത്തര സൂചനയായി ചേർക്കാം? താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണ് നായിക. അവൾ താമരപ്പൂ പോലെ സൗന്ദര്യമുള്ളവളാണ്. പൂക്കളിൽ റാണിയാണ് താമര. രാജ്ഞിയുടെ പദവി കൽപ്പിച്ച് നൽകിയിരിക്കുന്നു. പ്രകൃതിയിൽ മനുഷ്യഭാവം കൽപ്പിക്കുന്ന ഒരു കാവ്യഭംഗി ഇവിടെ ചേർത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഈ 4-5 സൂചനകൾ ചേർത്തിട്ട് ഉത്തരം എഴുതുക.
12ാമത്തെ ചോദ്യം 7 മാർക്കിന്റെ വിശദമായിട്ട് ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങളാണ്. എ ഓർ ബി ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏറ്റവും അറിയുന്ന ഒന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ചോദ്യം ഞാൻ വായിക്കാം. കൈകൾ ആയത്തിൽ വീശി അവിടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടമെറിഞ്ഞ് ഉമ്മ കടന്നു പോകവേ 2 കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. സൂചനകളും കഥയുടെ ആശയവും ആഖ്യാന രീതി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് ചിത്രകാരി എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആസ്വാദനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആസ്വാദനക്കുറിപ്പിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. കഥയുടെ മൊത്തമായിട്ടുള്ള ഒരു ആസ്വാദനക്കുറിപ്പാണ് എഴുതേണ്ടത്. 7 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് ചെയ്യുമ്പം ഉചിതമായൊരു തലക്കെട്ട് കൊടുക്കുക. പിന്നെ ചിത്രകാരി എന്ന കഥയുടെ പ്രധാന പ്രമേയം കണ്ടെത്തിയിട്ട് എഴുതിയിരിക്കണം. പിന്നെ ആഖ്യാന രീതി, കഥ അവതരിപ്പിച്ചിരിക്കുന്ന ആഖ്യാന സവിശേഷത, അതുപോലെ തന്നെ ശ്രദ്ധേയമായ ആസ്വാദനാംശങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ, പ്രയോഗങ്ങളൊക്കെ എടുത്തെഴുതാം. അതുപോലെ കഥയ്ക്ക് ഇന്നുള്ള സമകാലിക പ്രസക്തി ചേർത്തുകൊണ്ടുള്ള സൂചനകൾ നൽകിയിരിക്കണം. അതുപോലെ തന്നെ ലളിതമായ ഭാഷയിൽ കൃത്യമായും അവതരിപ്പിക്കുക. അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പിൻ്റെ എല്ലാ മൂല്യാംശങ്ങളും ചേർത്തുകൊണ്ട് ചിത്രകാരി എന്ന മുഴുവൻ കഥയെ ഒരു ആസ്വാദനക്കുറിപ്പായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. 12ാമത്തെ ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത്. അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും. ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷിശാസ്ത്രകാരൻ: അയ്യോ വേണ്ട എൻ്റെ പൊന്നുംകുടങ്ങളെ, കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട. പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, ദ്രോഹം ദ്വേഷത്തെ നീക്കിടാം, സ്നേഹം നീക്കിടുമോർക്ക നീ. കുമാരനാശാന്റെ വരികളും തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന രചനാഭാഗങ്ങളിലെ ആശയവും സമകാലിക യുദ്ധ സാഹചര്യങ്ങളും വിശകലനം ചെയ്ത് ലോക ജീവിതം സമാധാനപൂർണമാക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രഭാഷണത്തിനൊരു ഘടനയുണ്ട്. കൃത്യമായ ഘടന പാലിച്ചുകൊണ്ട് ഈ 2 ഭാഗങ്ങളുടെ ആശയവും ചേർത്തുകൊണ്ടുള്ള ഒരു അവതരണമാണ് വേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രഭാഷണത്തിനൊരു ഘടനയുണ്ട്. അപ്പോൾ ഒരു അഭിസംബോധന വേണം. പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ആമുഖം കൊടുക്കണം. വിഷയവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ കാര്യങ്ങൾ ഉള്ളടക്കമായിട്ട് ചേർക്കുക. പിന്നെ ഈ 2 ഭാഗങ്ങളുടെ ആശയങ്ങളോട് ചേർത്തുകൊണ്ട് ഉചിതമായൊരു ഉപസംഹാരം കൂടി നൽകിയിരിക്കും. വിഷയ സൂചന കൊടുക്കുക. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടക ഭാഗത്ത് നിന്ന് തന്നിട്ടുള്ള ആ ഭാഗത്തിന്റെ ആശയങ്ങളും ചേർക്കണം. പിന്നീട് സ്നേഹഗായകനായ ആശാന്റെ വരികളുടെ ആശയം കണ്ടെത്തി എഴുതണം. സമകാലിക യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കണം. അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അറിയണം. അതുപോലെ തന്നെ സ്ത്രീകൾ, കുട്ടികൾ, വൈധവ്യം, വൈകല്യം, പാലായനം, അനാഥത്വം തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കണം. മനുഷ്യർ അല്ലെങ്കിൽ രാജ്യങ്ങൾ പരസ്പരം ഉള്ള ആയുധം വെച്ചുള്ള ഈ പോരാട്ടങ്ങൾ മനുഷ്യരാജ്യക്ക് ഗുണം ചെയ്യില്ല. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. ദുരിതമനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. ഒരുപാട് പേര് മരണത്തിന് കീഴടങ്ങുന്നു. അതുപോലെ തന്നെ യുദ്ധം ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ ഒരു പ്രഭാഷണത്തിൽ നിങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയാണ് അനുയോജ്യം എന്നുള്ള ഒരു ദർശനം നിങ്ങൾ കൂട്ടിച്ചേർക്കണം. മനുഷ്യ നന്മയ്ക്കാണ് നാം പ്രാധാന്യം നൽകേണ്ടത് തുടങ്ങിയ പ്രധാനപ്പെട്ട ആശയങ്ങൾ ചേർത്ത് ഒരു പ്രഭാഷണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചേർത്തുകൊണ്ടുള്ള ഉദാഹരണങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള നല്ലൊരു അവതരണമാണ് നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ വിശദമായ ചോദ്യപേപ്പർ ചർച്ചയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വിശദമായ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രിൻ്റ് എടുത്ത് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ എഴുതി ശീലിക്കുക. ഒരു മികച്ച സ്കോറിലേക്ക് എത്താൻ നിങ്ങൾക്ക് എല്ലാ സഹായവും മുകുളം മലയാളം ചാനലിലൂടെ ലഭിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരോട് പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.